നമസ്കാരം സുഹൃത്തുക്കളെ. ഈ പ്രഭാതം എത്ര മനോഹരമാണല്ലേ. നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം മാറി ഇതുപോലൊരു പ്രഭാതം നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ടാവട്ടെ. ഒരു മനോഹരമായ കോട്ടുണ്ട്. ഈവൻ ദ ഡാർക്കസ്റ്റ് നൈറ്റ് വിൽ എൻഡ് ആൻഡ് ദ സൺ വിൽ റൈസ് അഗൈൻ. എത്ര ഇരുണ്ട രാത്രിയായാലും ഒരു ഉദയം തീർച്ചയായും ഉണ്ടാകും. നിങ്ങൾ ഈ നിമിഷം ആരായിരുന്നാലും എന്തായിരുന്നാലും നിങ്ങൾക്ക് ആര് വേണമെങ്കിലും ആകാൻ സാധിക്കും, എന്ത് വേണമെങ്കിലും ആകാൻ സാധിക്കും. ചിലപ്പോൾ നിങ്ങൾ എന്നെപ്പോലൊരു വീട്ടമ്മയായേക്കാം. എനിക്ക് ഇത് പറയുമ്പോൾ ഉൾക്കൊള്ളാൻ തന്നെ പറ്റുന്നില്ല. പക്ഷേ എൻ്റെ റിയാലിറ്റി അതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും റിയാലിറ്റി അതാവാം. നമ്മളറിയില്ല ദിവസങ്ങൾ പോകുന്നത്. ദിവസങ്ങൾ മാസങ്ങളാകും, മാസങ്ങൾ വർഷങ്ങളാകും. അതിനിടയിൽ ചോർന്നു പോകുന്നത് നമ്മുടെ ഐഡൻറ്റിറ്റിയാണ്. ഭാര്യ, അമ്മ, മകൾ, മരുമകൾ എന്നതിനപ്പുറം നമുക്ക് ഓരോരുത്തർക്കും ഒരു സ്വത്തോ ഇല്ലേ? ചിലപ്പോൾ നമ്മൾ അത് മറന്നാലും നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളത് ഓർമ്മപ്പെടുത്തും. എൻ്റെ ഒരു സുഹൃത്തുമായി നടന്ന ഒരു ഫോൺ കോളാണ് ഈ വീഡിയോയ്ക്കുള്ള പ്രചോദനം. അവൾ എന്നോടൊരു ചോദ്യം ചോദിച്ചു. എടോ, താൻ പഴയതുപോലെ എഴുതാറുണ്ടോ? അന്ന് ഞാൻ ഇല്ല എന്ന് ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. പക്ഷേ അന്ന് ഞാൻ ഇല്ല എന്ന് പറഞ്ഞെങ്കിലും ആ ഒരു ചോദ്യം എൻ്റെ കരളിൻ്റെ ഉള്ളിൽ ആ ചോദ്യം ഇങ്ങനെ കത്താൻ തുടങ്ങി. ഞാൻ എഴുതുമായിരുന്നു കവിതകൾ, കഥകൾ, ഉപന്യാസങ്ങൾ, പ്രസംഗങ്ങൾ. പക്ഷേ ഇപ്പോൾ ഒരു വരി എഴുതാൻ എനിക്ക് പറ്റുന്നില്ല. ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാം. അതിന് എസ്സേ എഴുതുന്ന ഒരു ടോപ്പിക്കുണ്ട്. എസ്സേ നമ്മൾ എഴുതണം മെയിൻസ് പേപ്പറിൽ. അപ്പോൾ എസ്സേ എഴുതാൻ ഇരുന്ന എനിക്ക് ഒരു സെൻറ്റൻസ് പോലും തികച്ച് എഴുതാൻ പറ്റുന്നില്ല. അതായിരുന്നു സത്യം. ഇതൊരു ചെറിയ എക്സാമ്പിളാണ്. നമ്മൾ ഓരോരുത്തരും ഓരോ ഇഷ്ടങ്ങൾ, ഓരോ കഴിവുകൾ, ഓരോ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം എന്ന് പറയാൻ കാരണം നമ്മൾ ഈ ഒരു ലൂപ്പിനകത്ത് പെട്ടുപോയാൽ, ലൂപ്പെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു വീട്ടമ്മയായി ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്ന് നമ്മൾ അതൊരു ലൂപ്പാണ്. അതിൻ്റെ അത് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വ്യക്തിത്വം, നമ്മുടെ ഐഡൻറ്റിറ്റി പതുക്കെ ചോർന്നു പോകുന്നത് നമ്മൾ തന്നെ അറിയില്ല. അപ്പം നമ്മളൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം, പക്ഷേ ആ വ്യക്തി അല്ല, നമ്മൾ ഉണ്ടായിരുന്ന ആ ഒരു വ്യക്തി അല്ല എന്നൊരു തോന്നൽ പോലും നമുക്ക് പതുക്കെ വരാൻ തുടങ്ങും. പക്ഷേ നമ്മൾ മാറിയിട്ടില്ല, നമ്മുടെ ചുറ്റുപാടാണ് മാറിയത്. ഇന്നും ഒന്ന് പുറകോട്ട് പോയി അന്വേഷിച്ചാൽ ആ പഴയ എനർജറ്റിക് ആയ നമ്മളെ നമുക്ക് തിരിച്ച് കൊണ്ടുവരാൻ ഉറപ്പായിട്ടും പറ്റും. ഈ എനർജിയോടൊപ്പം തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. ഞാൻ പറയുന്നത് ചിലർക്ക് അരോചകമായി തോന്നിയേക്കാം. പക്ഷേ ഒരു സാനിറ്ററി പാഡ് വാങ്ങാൻ, അല്ലെങ്കിൽ ഒരു ബസ്സിൽ മിനിമം ചാർജ് കൊടുത്ത് യാത്ര ചെയ്യാൻ, അല്ലെങ്കിൽ ഇഷ്ടമുള്ളൊരു മുട്ടായി വാങ്ങാൻ ആരുടെ മുമ്പിൽ കൈ നീട്ടേണ്ട അവസ്ഥ നമുക്ക് വരരുത്. പല വീട്ടമ്മമാർക്കും ഇതിനോട് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. വീട്ടമ്മമാർ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ത് കാരണം കൊണ്ടായാലും വീട്ടിലിരിക്കുന്നവർ, അതായത് ഫൈനാൻഷ്യലി ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് അല്ലാത്തവരെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ചിലപ്പോൾ നിങ്ങളുടെ മക്കളെ നോക്കാൻ വേണ്ടി നിങ്ങളുടെ ജോബ് വിട്ടതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് ഇപ്പോൾ ജോലി ചെയ്യുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ പേരൻസിനെയോ അല്ലെങ്കിൽ നിങ്ങൾ ഹസ്ബൻഡിനെയോ മറ്റൊരാളെയോ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ മറ്റൊരാളെ ആശ്രയിച്ചാണ് നമ്മൾ ഒരു പൈസയ്ക്ക് വേണ്ടി നമ്മൾ അവരുടെ മുന്നിൽ കൈ നീട്ടി നിൽക്കുകയാണ്. അപ്പോൾ പൈസയേക്കാൾ വലുതാണ് സ്നേഹം എന്നൊക്കെ പറഞ്ഞ ഒരു റൊമാൻറ്റിക് വരികൾ എൻ്റെ ടീനേജ് സമയത്തൊക്കെ ഭയങ്കര ഫിലോസഫിക്കലായിട്ട് എനിക്ക് തോന്നുമായിരുന്നു. പക്ഷേ ഇന്ന് ഈ ഒരു സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, അതായത് നമുക്ക് പൈസ ഉണ്ടെങ്കിലേ നമുക്ക് റെസ്പെക്റ്റ് ഉള്ളൂ. മണി ടോക്സ് എന്നൊരു കോട്ടുണ്ട്, മണി ആക്ച്വലി ടോക്സ്. അപ്പം അതാണ് നമ്മുടെ റിയാലിറ്റി. അപ്പം ഞാൻ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ് കേട്ടോ. എൻ്റെ ലൈഫ് ഇങ്ങനെയായി പോയി എന്ന് വിചാരിച്ച്, ഇനി ഹോപ്പില്ല എന്ന് വിചാരിച്ച് ഒരിക്കലും തളരരുത്. നമ്മൾ മുന്നോട്ട് തന്നെ പോകണം. നമുക്കൊരു ജീവിതമേ ഉള്ളൂ. ഈ ജീവിതത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കണം. നമ്മൾ മരിച്ചതിന് ശേഷം ആരും നമുക്ക് അവാർഡ് തരാൻ പോകുന്നില്ല. നിങ്ങളൊരു ബെസ്റ്റ് മദറായിരുന്നു, ബെസ്റ്റ് വൈഫായിരുന്നു, ബെസ്റ്റ് ഡോട്ടറായിരുന്നു. ഇതൊക്കെ നമ്മൾ ചെയ്യണം. പക്ഷേ അതിനിടയിൽ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം നമ്മൾ കണ്ടെത്തി അത് മാറ്റിവെക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ PSC എക്സാമാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിനു വേണ്ടിയുള്ള പരിശ്രമമാണ്. നിങ്ങളുടെ മുന്നിൽ മറ്റു പലതുമായിരിക്കാം, നിങ്ങളുടെ ആഗ്രഹങ്ങൾ മറ്റു പലതുമായിരിക്കാം. അതിനു വേണ്ടി നമ്മൾ വർക്ക് ചെയ്യണം. അപ്പോൾ PSC പഠിക്കുന്നവർ നമ്മുടെ ഈ ചാനലിൽ ഞാൻ സ്റ്റഡി ചാലഞ്ച് വീഡിയോസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സെക്രട്ടേറിയറ്റ് OAക്ക് ഇനിയിപ്പോൾ 2 ആഴ്ചയുള്ളൂ. അപ്പോൾ ഈ 2 ആഴ്ച സ്റ്റഡി ചാലഞ്ച് വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പഠിക്കേണ്ട ടോപ്പിക്സ് എഴുതിയിട്ട് ആ പഠിക്കുന്ന ടോപ്പിക്സ് ഡെയിലി കവർ ചെയ്ത് എന്തുമാത്രം കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്, എങ്ങനെയാണ് ഏതൊക്കെ സോഴ്സ് ഉപയോഗിച്ചാണ് പഠിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഫാമിലിയിൽ ജോയിൻ ചെയ്യാം. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കാം.